കൂട്ടുകാരെ, ഇന്നും കർക്കിടക മാസത്തിൽ നിങ്ങളെ കൊതിപ്പിക്കാനായിട്ട് ഒരു ഐറ്റമായിട്ട് വന്നതാട്ടോ. ഇന്നെന്താന്നറിയോ? ചക്ക ഇഡ്ഡലി. ചക്കക്കാലം കഴിഞ്ഞിട്ടില്ലല്ലോ, 100% കഴിഞ്ഞെന്ന് പറയാനായിട്ടില്ല. ചിലയിടത്തൊക്കെ ഇപ്പോഴും ചക്ക ഉണ്ട്. പ്ലാവുമ്മെ പോയി നോക്കിയാലുണ്ടാവും. ചക്ക പഴുത്തതും പച്ചരിയും ഇങ്ങളെ വീട്ടിലുണ്ടോ? അടിപൊളി ചക്ക ഇഡ്ഡലി ഉണ്ടാക്കുക. ഇതെങ്ങാനും കുട്ടികൾക്ക് കൊടുത്തു നോക്കേണ്ടി വീണ്ടും 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 ഉണ്ടാക്കണമെന്നേ പറയുള്ളൂ. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്നുള്ളതൊക്കെ വിശദമായിട്ട് A to Z ഈ ചക്ക ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത് സിമ്പിളാ, അധികം പൈസ ചെലവൊന്നുമില്ല. നമുക്ക് ഇഡ്ഡലി തട്ട് വീട്ടിൽ വേണം, അതേ ഉള്ളൂ. അപ്പച്ചൻ പാരൊക്കെ മതി. അങ്ങനെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നല്ല ഒരു റെസിപ്പി ചക്ക ഇഡ്ഡലി. അപ്പോൾ നമുക്ക് പോവാതെ ഞാൻ ചക്ക വിളവെടുക്കാൻ പോകുന്നത് തൊട്ട് ഞാൻ നിങ്ങളെ കാണിക്കൂ കേട്ടോ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഞാൻ എപ്പം പറയുന്നത് തന്നെയാണ്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് കാണാൻ തുടങ്ങണം കേട്ടോ. എന്നാ വീരി നമുക്ക് ചക്ക വറുക്കലും ചക്ക നന്നാക്കലും ചക്ക അരക്കലും ഫുൾ ചക്ക ഇഡ്ഡലി വീഡിയോ കാണിച്ചു തരാം. എന്നാ വീരി അപ്പുറത്തുള്ളൂ. അങ്ങനെ ചക്ക ഭയങ്കര, അങ്ങനെ 5 ചക്ക ഇന്നിപ്പോൾ വിളവെടുത്തു. ഇനി ഇല്ല കേട്ടോ, കഴിഞ്ഞു, ഇവിടുത്തെ കഴിഞ്ഞു. ഇനി ഉണ്ട് കുറച്ച് മേലെ, കിട്ടൂല. ഇതിലിപ്പോൾ ഒന്ന് പഴുത്ത് ബാക്കി പച്ചയാ, അത് പഴുത്തോളൂ. അന്ന് ഞാൻ ബോഗൺവില്ലിൻ്റെ വേലിങ്ങനെ കുത്തി കൊടുത്തില്ലേനിയോ, എന്നിട്ട് അത് മുളച്ച് കാണിച്ചു തരണം. എനിക്ക് മുള വന്ന് കണ്ടോ ഭയങ്കര ഇഷ്ടമായി. ഇതാ കണ്ടോ, ഒന്നിതാ ഒന്ന് മുളച്ച്. അവിടുത്തെ നിങ്ങൾക്കാണെങ്കിൽ അടുത്ത് അടുക്കാണ് കയ്യൂര. ഇതാ ഇത് മുളച്ചു. അങ്ങനെ വീട്ടിലെത്താൻ 5 മിനിറ്റ് ഒന്നും വേണ്ട. ഇതാ ഒരു ചക്ക മുറിച്ചു നോക്കി, നല്ല പഴുത്തതാ. അങ്ങനെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്ക ഇഡ്ഡലിക്ക് വേണ്ടി പഴുത്ത ചക്ക കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടില്ലേ, ഇരിഞ്ഞ് വൃത്തിയാക്കി എല്ലാം ചുവണിയും കുരു ഒക്കെ മാറ്റി വൃത്തിയാക്കി എടുത്തു വെച്ചു. പിന്നെ വേണ്ടത് അതിലേക്ക് പച്ചരി ഞാൻ ഇപ്പം അരക്കും. പച്ചരി ഞാൻ കുതിരാൻ വെച്ചതാണ്, അതും. പിന്നെ വെല്ലം വേണം, വെല്ലം ഉരുക്കി ഒഴിക്കണം ഇത് അരച്ച് കഴിഞ്ഞിട്ട്. പിന്നെ തേങ്ങാക്കൊത്ത് എണ്ണയിൽ വറുത്തിട്ടൊന്ന് ലാസ്റ്റ് ചുടുമ്പോൾ ഇടുന്നുണ്ട്, അതിനെടുത്ത് വെച്ചതാണ്. ഞാൻ അരി അരക്കുമ്പോൾ തന്നെ ഞാൻ ഏലം ഇടുന്നുണ്ട്. ഏലം അല്ലെങ്കിൽ പിന്നെ നല്ല ജീരകാലും മതി, രണ്ടും ഇടുന്നവരുണ്ട്. ഞാൻ ഏലം മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഇത്രയും സംഗതികളാണ് നമുക്ക് ചക്ക അപ്പത്തിന് വേണ്ടി, ചക്ക അപ്പല്ല ചക്ക ഇഡ്ഡലിക്ക് വേണ്ടി വേണ്ടത്. ഇപ്പം ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ചക്ക അല്ലേ, ഈ ചക്ക ഞാൻ വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് നൈസായിട്ട് നിങ്ങൾ അരക്കട്ടെ കേട്ടോ. ഇതിന് വെള്ളത്തിൻ്റെ ആ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളെ പോലെയൊക്കെ തീർന്നോ ചക്ക? ഇവിടെ തീർന്നു എന്ന് പറഞ്ഞാൽ ഒരു 99% കഴിഞ്ഞു. ഇനി കുറച്ച് ഉണ്ട്, ഇനിയിപ്പോൾ കിട്ടാൻ പാടാ. വെള്ളം ചേർക്കാണ്ട് അരച്ച അത്രയും നൈസായിട്ട് അരക്കട്ടോ, നന്നായിട്ട് അരഞ്ഞു. ഇനി ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ. പാത്രം വിചാരം വലുതെന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വലുതാൻ എടുത്തതാ. ചെറുതിൽ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട്. ഇനി ഞാൻ അരി അരക്കട്ടെ. അരി അരക്കുമ്പോൾ അതിന് ശ്രദ്ധിക്കണ്ട്. പൊടി മതി എന്നും പറയുന്നുണ്ട്. ഞാൻ അരി പച്ചരി വെള്ളത്തിലിട്ടിരുന്നു. ഇനി അതൊന്ന് അരക്കട്ടെ. അക്കൂട്ടത്തിൽ ഞാൻ ഏലം ഒന്നിച്ചരക്കുക, ഏലം കുത്തി ഇടിച്ചിടിയൊന്നും വേണ്ട. പിന്നെ ഇത് കുറേ പേരെന്താ ചെയ്യുന്നറിയോ, ഏലം കുറേ ഏലം ഉണ്ടെങ്കിൽ ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഇട്ടാൽ മതിയായിരുന്നു. പക്ഷെ അതെൻ്റെ അടുത്ത് തീർന്നു പോയി. ഇതൊക്കെ ഞാൻ നട്ടുണ്ടാക്കിയ ഏലം തന്നെയാട്ടോ, അതിനപ്പോൾ വീര്യം കൂടും. മരുന്നൊന്നും അടിക്കാതെ നല്ല സൂപ്പർ ഏല. വെള്ളമൊക്കെ പോക്കി, ഞാൻ കല്ലൊക്കെ പോക്കിയതാ, വെള്ളം കുറച്ചേ പറ്റുള്ളൂ. നമ്മളെ കൂട്ട് ശരിയാൽ നമ്മളെ ഇഡ്ഡലി സൂപ്പറായിരിക്കും. ഞാൻ ഏലം ഇതിലിട്ട് 2 മണി ഞാൻ നല്ല ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ടേസ്റ്റ്, നല്ലൊരു സ്മെല്ലാണ്. അരക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ ചക്ക അരച്ചെടുത്തു.
ഇനി രണ്ടും ഒന്നിച്ചരക്കും ചെയ്യട്ടോ. ഞാൻ വെവ്വേറെ അരച്ചതാണ്. ഇനി അരി അരിയും അരച്ച് മിക്സിയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല സൗകര്യ. ഞാൻ അരിയും പിന്നെ ചക്കച്ചുളയും അരച്ചപ്പോൾ അതാ കുറച്ച് ഫിറ്റിലുള്ളത് കേട്ടോ. ഞാൻ അതിൽ വെള്ളം നല്ലോണം ശ്രദ്ധിച്ചിട്ടാ. ഈ സമയത്ത് നമ്മൾ വെള്ളം ശ്രദ്ധിക്കണം. കൂടിപ്പോയാൽ നമുക്ക് സംഭവം ഒഴിക്കാനുള്ളതാ. ഇത് വെല്ലം ഉരുക്കി ഒഴിക്കുമ്പോൾ അരിപ്പല്ലെങ്കിലുണ്ടല്ലോ പണി കിട്ടും. കല്ലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പും വേണ്ട, ഒന്നും വേണ്ട, ഇഡ്ഡലിയും വേണ്ട. നോക്കട്ടെ, ഞാൻ ഇതിലെ കൂട്ടുങ്ങളെ കാണിച്ചാണല്ലോ. ഒന്ന് ഇളക്കി നോക്കട്ടെ, കൂടിപ്പോണ്ട. നല്ല എല്ലാ ഭാഗവും യോജിപ്പിക്കുക. നല്ല ഇതൊന്ന് കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കട്ടി കൂടും. ഇപ്പോഴാണ് ഇതാ കുറച്ച് വെള്ളം ബാക്കിയ. എന്താ കണ്ടോ, കുറച്ചും കൂടി ഒഴിക്കാൻ തോന്നുന്നുണ്ട്. വെള്ളം തീർക്കണ്ട. കുറച്ചും കൂടിയല്ല ഉള്ള ഒഴിച്ചിന്, അതങ്ങ് മുറുകും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട അറിയോ? ഇതിപ്പം തന്നെ നമുക്ക് ചുടാൻ പറ്റൂല. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചുരുങ്ങിയത് ഒരു 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ 6 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ നിങ്ങളെ കാണിക്കുള്ളൂ കേട്ടോ. എന്നതിനേക്ക് എനിക്ക് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ആ സമയത്ത് ചുടുന്ന സമയത്ത് തേങ്ങ കൊത്തി കൊത്തി അരിഞ്ഞെടുത്തിട്ട് പീസാക്കി എടുത്തിട്ട് നെയ്യിൽ വറവിട്ട് ഇതിലൊഴിക്കും. അതും കൂടി ഇളക്കും അന്നേരം. പിന്നെ ഇഡ്ഡലി തട്ടിലും കുറച്ച് നെയ്യ് വരട്ടിയ വെളിച്ചെണ്ണ വരട്ടിയ ചെയ്യും വേണം. അപ്പം അങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ച് എൻ്റെ കയ്യിൽ നോക്ക്. ഞങ്ങൾ വെറും നാടന്മാരാ. എന്താ ഇത് ചിരട്ടക്കയ്യിൽ. ഇത് ഞാൻ കുറച്ച് വലിയ പാത്രം എടുത്താൽ എന്താ അറിയോ, ധൈര്യത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഇളക്കുക, തെറിച്ച് പോര. നല്ല ധൈര്യത്തിൽ അങ്ങനെ കഴിഞ്ഞു. ഇഡ്ഡലി മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചുടുന്നത്, മാവ് ഉഷാറായാൽ ഇഡ്ഡലി ഉഷാറാവും. ഇപ്പം പറയാൻ പറ്റൂല കേട്ടോ, ഒക്കെ അന്നേരം ഇൻഷാ അല്ലാ അന്നേരം നമുക്ക് കാണാം. കഴിഞ്ഞു. ഞാൻ മൂടി വെക്കട്ടെ. ഇതാ ഞാൻ അരച്ച് ഞാൻ അടപ്പിട്ട് വെച്ചിട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യുന്ന അറിയാം, ഞാൻ സാധാരണ പൊന്തിയ ദോശ, ഉഴുന്നൊക്കെ ഇട്ട ദോശ രാത്രി അരച്ച് വെച്ചിട്ട് ഇതാ ഈ ഒരു ഇത് ചൂടാറാപ്പെട്ടി റൈസ് കുക്കർ, ഇത് സ്റ്റീലിൻ്റെ, അതിൽ ഞാൻ ഒരു പാത്രം വെക്കും. എന്നിട്ട് പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് ചുടുവെള്ളം ഒഴിക്കും. കുറച്ച് ഒഴിക്കുള്ളൂ. എന്നിട്ട് ആ ചുടുവെള്ളത്തിൻ്റെ മേലെ മാവ് വെക്കും. മാവ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് അടക്കും. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഉഴുന്നൊക്കെ ഉള്ള ദോശയൊക്കെ ചുടൽ, ഇഡ്ഡലിയൊക്കെ. ഇതും ഞാൻ അങ്ങനെ തന്നെ ചെയ്തത്. പിന്നെ ഞാൻ ഉഴുന്നൊന്നും ഇട്ടിയില്ല. അങ്ങനെതാ. ഇനി നമുക്ക് 6 മണിക്കൂർ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. 6 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇത് പുറത്തെടുക്കാം. കുഴപ്പമില്ല. ഇനി പിന്നെ തേങ്ങാക്കൊത്ത് വറക്കട്ടെ. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ഇടാം. ചുടാനായിട്ടോ, 6 മണിക്കൂറൊക്കെ കഴിഞ്ഞു. തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ടാൽ ടേസ്റ്റുമാണ്, കടിക്കുമ്പോൾ ഒരു രസമാണല്ലോ. ഞാൻ ഇത് നെയ്യിൽ വറവിട്ടിട്ട് അതിൽ ഒഴിക്കട്ടെ കേട്ടോ. ഇനി നെയ്യെടുത്ത് തേങ്ങാക്കൊത്ത് നല്ലോണം മുരിച്ചെടുക്കട്ടെ. അതിടുമ്പോൾ നല്ല രസമാണല്ലോ കടിക്കുന്നത്. പിന്നെ നെയ്യിൻ്റെ ചുവയുണ്ടാവും എല്ലാം കൂടെ. എന്താ കൊത്തി 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 ഇനി ചെറുതാക്കണോ? വരുന്നുണ്ട്. ഇനി നല്ലൊരു നെയ്ച്ചവ ഉണ്ടാവും. ഇഡ്ഡലി തട്ടിൽ ഒഴിക്കുകയാണ് ഞാൻ. അപ്പോൾ
കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചില്ലേ കിട്ടൂല. ചിലർക്കൊക്കെ കുറേ കട്ടിക്കുള്ള ഇഡ്ഡലി തട്ടൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ 7 എണ്ണേ കിട്ടുള്ളൂ. നമുക്ക് ഒഴിക്കാട്ടോ. വെള്ളമൊക്കെ തളിച്ചു റെഡിയായി. ഇതിൽ തേങ്ങാക്കൊത്തു ഇട്ടത് കൊണ്ട് കറുത്ത വെല്ലാണെങ്കിൽ ഒന്നും കൂടി കറുപ്പിൽ നിൽക്കുന്നു. സാധാ ഇഡ്ഡലി ചുടും പോലെ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് വെച്ചിട്ട് ഈ വെള്ളത്തിൽ നമ്മൾ കറുപ്പൻ്റെ ഇല ഇട്ടാൽ നല്ലൊരു സ്മെല്ല് ഇങ്ങോട്ട് വരും. ഇവിടെ കോരിച്ചെരിയുന്ന മഴയാ പുറത്ത്. കറുപ്പൻ്റെ ഇല പറിക്കാൻ പോകാൻ കഴിയുന്നില്ല. അപ്പം ഞങ്ങളോട് പറയാ, നിങ്ങൾക്ക് ഉണ്ട് ഇലമങ്ങലം, അതിൻ്റെ ഇലയും കൂടി ഇട്ടാൽ സൂപ്പറായി. അടച്ചു വെച്ചു. ഇനി വേവട്ടെ കേട്ടോ, എന്നിട്ട് കാണിക്കാം. നമുക്ക് നോക്കാം. ഞാനില്ലേ അപ്പച്ചപ്പ്, ഇത് കുറച്ച് പഴയ അപ്പച്ചമ്പാ, എന്നിട്ട് ഇത് ഫിറ്റിൽ നിൽക്കുന്നില്ല. അപ്പൊ ആവി പുറത്ത് പോണേന്ന് ഞാൻ എൻ്റെ മൺചട്ടി ഇങ്ങനത്തെ സൂത്രമൊക്കെ ചെയ്യല. നോക്കട്ടെ എങ്ങനെ ഉണ്ട്, തുറന്നോക്കട്ടെ. യോ, അടിപൊളി നല്ല സൂപ്പർ ചക്ക ഇഡ്ഡലിട്ടോ. കണ്ടില്ലേ, അടിപൊളി ആയിട്ടുണ്ട്. അടിയത്ത് നോക്കട്ടെ. ചൂടാ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് കാണിച്ചു തരാം. നോക്കട്ടെ ഇതിന്റെ അടിയത്തിന്റെ സ്ഥിതി എന്താ നോക്കട്ടെ. ഉവ്വ, അടിയത്തെ അതിന്റെ കയ്യു ഇതിനേക്കാളും സൂപ്പറാട്ടോ. ഇപ്പൊ ചക്ക ഇഡ്ഡലി എങ്ങനെയെന്നുള്ളത് ഞാൻ A to Z എന്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തന്നില്ലേ. ഇനി നമുക്ക് തണുത്ത് കഴിഞ്ഞാൽ ഇത് ഇമൊന്ന് കിട്ടുള്ളൂ. തണുത്താ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഞാനത് ഇവിടെ വെക്കട്ടെ കേട്ടോ. നല്ല സോഫ്റ്റ്. വായിന്ന് വെള്ളം വരുന്നുണ്ട് കാണുമ്പോ. ഇനി തണുക്കണമെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ വെക്കണം. എന്താ വേറിരിച്ച് വെക്കണം. വെള്ളത്തിന് മേലായാല് ഇതൊരു ചൂടാക്കളെ. ഇതാ ഇലമങ്ങലം കിട്ടിയില്ല. ഭയങ്കര മഴ ഇവിടെ. അങ്ങനെ തണുത്തപ്പോ നമുക്ക് വേഗം ഇങ്ങനെ എടുക്കതാ. ഹായ്, എന്താ അടിപൊളി, സൂപ്പർ. ഇതുപോലെ ഉണ്ടാക്കാൻ നോക്കിട്ടോ. കാരണം എന്താ അറിയോ, ചക്കപ്പ എല്ലാ പ്ലാവുമലൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ടാവും. ഓടിപ്പോയിട്ട് പ്ലാവിലേക്ക് പാഞ്ഞു കയറരുത്, അവാണ് ശ്രദ്ധിക്ക. മഴക്കാല എന്തായാലും ചക്ക ഇല്ലാത്ത സ്ഥലമൊന്നും ഉണ്ടാവൂരപ്പെന്നാ എനിക്ക് തോന്നുന്നത്. അടിപൊളി സംഭവം അത് കേട്ടോ. ചായക്ക് കൂട്ടാനും രാവിലെയും വൈകുന്നേരം കൂട്ടാനും കുട്ടികൾക്ക് വരുമ്പോ സ്കൂൾ പോകുമ്പോൾ കൊടുക്കാനും വരുമ്പം കൊടുക്കാൻ സൂപ്പർ അടിപൊളിയാ. ഇതാ ചക്ക ഇഡ്ഡലി. ഇതിലിപ്പോ വേണ്ടാത്ത ഒന്നും ചേർത്തില്ലല്ലോ. നിങ്ങൾ കണ്ടല്ലോ ഞാൻ ചേർത്ത എന്തൊക്കെയാണ്. ഞാൻ ഈസ്റ്റ് ഒന്നും ഞാൻ ഇടൂര, അപ്പക്കാരൊന്നും ഞാൻ ഇടൂര കേട്ടോ. ഞാനിങ്ങനെ നാടനല്ലേ, ഞാനിങ്ങനെ ഇത് ഉണ്ടാക്കാറുള്ളൂ. ഇങ്ങനെ തന്നെ ഉണ്ടാക്കും. അതിന് ഈ അലൂമിനിയത്തിന്റെ ഇതാണ് ഇതിന് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്, ഇങ്ങനെ തോന്നുന്നത്. അപ്പൊ ഞാൻ ഇതാ എൻ്റെ ചക്ക ഇഡ്ഡലി ഇതാ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചു തരുന്നത്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കിട്ടോ. എന്നാൽ നമുക്കിതിൽ കേടില്ലല്ലോ. നമുക്ക് ചക്കക്കാലത്ത് എന്തൊക്കെ എല്ലാം ഉണ്ടാക്കി കഴിക്കണോ. ചക്ക പുഴുക്ക്, ചക്ക അട, ചക്ക പായസം, ചക്ക ഇഡ്ഡലി, എന്തൊക്കെയാണ് ചക്കപ്പുഴുക്ക്. ഞാനിത് കഴിക്കട്ടെ കേട്ടോ. ഞാൻ നിങ്ങളെ മുമ്പൊന്ന് കഴിക്കൂല, ഞാൻ കഴിക്കൂല. കാരണം എനിക്ക് എന്താണെന്നാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ മുമ്പൊന്ന് നിങ്ങൾക്ക് തരാണ്ട് കഴിക്കുന്ന എനിക്ക് സങ്കട. അതുകൊണ്ട് ഞാൻ കഴിക്കാൻ നോക്കട്ടെ. കാപ്പി ഉണ്ടാക്കി വെച്ചു. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കട്ടോ. അടിപൊളി. ഇതാ കണ്ടില്ലേ, അടിപൊളിയല്ലേ? ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഉണ്ടാക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കൽ, എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും പറയാം. ഏതും നിങ്ങൾക്ക് എന്നോട് പറയാം. അപ്പോൾ എൻ്റെ ചക്ക ഇഡ്ഡലി
വീഡിയോ അത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.